ദൈവിക സന്ദർശനം ഒരാളെ പരിപൂർണമായി മാറ്റിക്കളയും. ദൈവിക സന്ദർശനം ഒരാളെ പരിപൂർണമായി മാറ്റിക്കളയും. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവല്ലയിൽ, പാലക്കാടും തൃശ്ശൂരും എറണാകുളവും ഒക്കെ പോയ സമയത്ത് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അവരെന്നോട് പറഞ്ഞു, എന്നാണോ ഞാൻ യേശുവിനെ കാണാനിടയായത് അന്ന് മുതൽ എൻ്റെ ജീവിതം തലതിരിച്ചു വെച്ചതുപോലെയായിപ്പോയി. ആമേൻ. ഇപ്പോഴത്തെ ആഴ്ച തൃശ്ശൂർ എന്ന സമയത്ത് നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഒരു സിസ്റ്റർ ആദ്യമായിട്ടാണ് പള്ളി വരുന്നത്, ആദ്യമായിട്ട് മീറ്റിങ്ങിന് വരുന്നത്. അവരെന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. അതിന് പകരം LED പോലെ തിളങ്ങുന്ന വെളുത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. അവരെന്നോട് പറഞ്ഞത് ആ ആള് ആകാശം മുട്ട നീളമുള്ള ആളാണ്. അവരെ ക്രിസ്ത്യാനിയും അല്ല, ഹിന്ദുവും അല്ല. എന്നാൽ യേശുവിനെ അറിയാത്തൊരാളാണ്. അവരെ രഹസ്യമായി പോയി ഇരുന്നതാണ്. പുറകിലെ അറ്റത്ത് പോയിരുന്നയാള്. പക്ഷേ കർത്താവ് അയാളെ സന്ദർശിച്ചു. അവർ പറയുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ശബ്ദഹേർദ്ദ ഹല്ലേലൂയ പറഞ്ഞേ. തൃശ്ശൂർ മീറ്റിങ്ങിന് ഒരു സിസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞു. അവർ പറയുക, കഴിഞ്ഞ തൃശ്ശൂർ മീറ്റിങ്ങിൽ വെച്ച് അവരെ യേശുവിനെ മുഖാമുഖം കണ്ടു. ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ്റിനകത്തൊരു ഭാരം ഉണ്ടായി. പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ യൂട്രസിൽ മഴയില്ല, ശരീരം തളരുമായിരുന്നു, ഒരു ചെവി കേൾക്കത്തില്ലായിരുന്നു, എല്ലാം സൗഖ്യമായി, ശരീരം മുഴുവൻ സൗഖ്യമായി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അപ്പൊ സന്ദർശനങ്ങൾക്ക് വാല്യൂ ഉണ്ട്, ദൈവിക സന്ദർശനങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ചിലരെ ദൈവം സന്ദർശിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം സന്ദർശിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതിഗതികൾ ഈ പകൽ മുഴുവൻ തലതിരിച്ചു വെക്കപ്പെടട്ടെ. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. എപ്പോഴാണോ ദൈവിക സന്ദർശനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അപ്പോൾ മുതൽ അത്ഭുതങ്ങൾ സാധാരണമാകും. നിങ്ങളുടെ വീട് അത്ഭുതങ്ങളിൽ ജീവിക്കാൻ തുടങ്ങും. വ്യാഴാഴ്ച ഞാൻ എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന് 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഒരു കഫർനഹൂമിൽ എത്തിയപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ ഒരാളെ പറഞ്ഞു വെച്ചു. ആ പറഞ്ഞു വെച്ച കാരണം ഇതാണ്, തൻ്റെ വീട്ടിലെ തൻ്റെ ബാല്യക്കാരൻ സുഖമില്ലാതെ കിടക്കുന്നു, രോഗിയായിരിക്കുന്നു. തൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അവൻ്റെ അടുക്കൽ വന്ന് പള്ളി പുരോഹിതന്മാർ വന്നിട്ട് അപേക്ഷിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അവൻ ഞങ്ങൾക്കൊരു പള്ളി പണിഞ്ഞു തന്ന ആളാണ്, അവൻ നാടിനെ സ്നേഹിക്കുന്നയാളാണ്. മത്തായിയിൽ അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാൽ നിങ്ങൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് കാണാം, അവൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് അവനോടൊരു മറുപടി പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. 7-ാമത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കോ, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു കർത്താവിനോട് ആ ശതാധിപൻ പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ വാചകം ഒന്ന് വായിക്കാം നിങ്ങൾക്ക്. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അടുത്ത വാക്ക്, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം. നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കാവോ, ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആ മനുഷ്യൻ പറഞ്ഞേ. യേശുവിനോട് അവൻ പറയുക, കർത്താവേ, നീ എന്റെ വീട്ടിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വരണ്ട, പകരം നീ എന്ത് ചെയ്താൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. എല്ലാവരും പറഞ്ഞേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്നും കൂടെ പറ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സുഖം വരും. യേശു അതിനെ നോക്കിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. ആ മനുഷ്യനെ ഭയങ്കര വിശ്വാസമാണ്. എന്താണ് ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞത്? അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, അതെ, വിശ്വാസം തരണമേ എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പറയാൻ കഴിയുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാവോ? നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വരാമെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? നിങ്ങളുടെ വീട്ടിലേക്ക് യേശു കർത്താവ് വരാമെന്ന് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും യേശു കർത്താവെ വരണ്ട എന്ന് പറയുമോ? ഇല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാമെന്ന് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും എന്നോട് വരണ്ടെന്ന് പറയുമോ? യേശു കർത്താവ് നേരിട്ട് പറയുക, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, വീട്ടിൽ വരിക മാത്രമല്ല അവനെ സൗഖ്യമാക്കാം. യേശുവിനോട് പറയുക, കർത്താവേ, നീ വരണ്ട കർത്താവേ. യേശു വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും യേശുവിനോട് വരണ്ട എന്ന് പറയുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഞാനും പറയത്തില്ല. എന്നിട്ട് അതിനപ്പുറത്തേക്ക് പറയുവോ? വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ പറയുവോ? കർത്താവ് പറയുക, അല്ലെങ്കിൽ ആ ശതാധിപൻ പറയുക, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. സത്യത്തിൽ എനിക്ക് ആ വാചകം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചിന്ത, ഞാനോ നിങ്ങളോ ആണ് ആ സ്ഥലത്തെങ്കിൽ ഒരു നാളും യേശു വരണ്ട എന്ന് പറയത്തില്ല.
യേശു വരുന്നതിനെ ആഘോഷത്തോടെ ആ വീട് ഒരുക്കാനായി തുടങ്ങും. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, യേശുവെ നീ വരണ്ട, നീ വരണമെന്നില്ല, നീ വരണ്ട, പകരം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ വാക്ക് പറഞ്ഞാൽ മതി, നീ പറയുന്ന വാക്കിന് എന്റെ വീട്ടിൽ ചിലത് ചെയ്യാനായി കഴിയും. ഞാൻ നിങ്ങൾ എങ്ങനെയാന്ന് പറയാം, യേശുവേ വരണമേ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, യേശുവേ എൻ്റെ വീട്ടിൽ വരണേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണേ, എൻ്റെ സ്ഥിതികളെ മാറ്റാൻ വരണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, യേശുവിനെ കാണാൻ കഴിയുന്നത് തെറ്റില്ല, യേശുവിനോട് വരാൻ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. പകരം യേശുവേ നിന്റെ വാക്കിനെ തരണമേ, നിന്റെ വാക്കിനെ തരണമേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവേ നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ വാക്ക് മതി, നിന്റെ വാക്ക് മതി. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ അവന് ആ വാക്കിന്റെ പ്രത്യേകത അറിയാമായിരുന്നു. അവനൊരു കാര്യം അറിയാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അറിയാമായിരുന്നു അവൻ പറയുന്ന വാക്കാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശൂന്യതയിൽ നിന്ന്, സകലതും തകർന്നതിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, പാഴും ശൂന്യമായതിൽ നിന്ന് ഉളവാക്കുന്നത് അവന്റെ വാക്കാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ നിങ്ങളിലും എനിക്കുമുള്ള പ്രശ്നം എന്നാണെന്നറിയോ? ഫിസിക്കൽ പ്രസൻസ് വേണം. ആരെങ്കിലും ഒരാൾ വരണം, ആരെങ്കിലും ഒരാൾ തൊടണം, ആരെങ്കിലും ഒരാൾ ഒന്ന് തലോടണം, ആരെങ്കിലും ഒരാൾ പറയണം, ഭാരമില്ല എന്ന് പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് അത് നടക്കുമെന്ന് ചിന്ത വരത്തുള്ളൂ. എന്നാൽ ഈ മനുഷ്യന്റെ വിശ്വാസം എങ്ങനെയാണെന്നറിയോ? ആരും വരണ്ട, ആരും തൊടണ്ട, പകരം അവന്റെ വാക്ക് വന്നാൽ മതി. ആ വാക്കിനകത്ത് ദൈവശക്തി വ്യാപരിക്കും, ആ വാക്കിനകത്ത് ദൈവശക്തി വ്യാപരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമേറെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ശക്തി മാനിഫെസ്റ്റഡ് ആകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു സഭയിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവശക്തി മാനിഫെസ്റ്റഡ് ആകുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയുടെ പ്രസൻസിൽ മാത്രമല്ല, പകരം അവന്റെ വാക്കുകളിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ, യേശുവേ നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പകരം നിന്റെ വാക്ക് എനിക്ക് തന്നാ മതി? പറയാൻ ധൈര്യമുണ്ടോ? എന്ന് പറഞ്ഞേ. എനിക്ക് ഭയങ്കര വിശ്വാസം വേണമെന്ന് പറയുന്ന ആളുകളല്ല നമ്മളെല്ലാം. യേശു വലിയ വിശ്വാസത്തിനെ പറഞ്ഞ കാര്യം പറഞ്ഞത്, യേശുവിനോട് പറഞ്ഞു നീ വരണ്ട കർത്താവേ, അതിന് പകരം നീ വാക്ക് പറഞ്ഞാൽ മതി. അതിനെയാ യേശു വലിയ വിശ്വാസം എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞയക്കുകയാണ്, ഞാൻ ഇവിടെ ഒന്ന് പറയുക, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൊട്ടി സന്തോഷിക്കാൻ തുടങ്ങും. അതിന് പകരം സിസ്റ്ററെ ഞാനൊരു വാക്ക് പറയാം, നിങ്ങൾ വിശ്വസിച്ച് പോയിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് വിശ്വസിച്ച് പോവും? പറ, നിങ്ങൾ എത്ര പേര് വിശ്വസിച്ച് പോവും? ഇപ്പൊ ബ്രദറിന് പണ്ടതുപോലെ ഒന്നും സമയമില്ല, ബ്രദറിന് പണ്ടത്തെ പോലെ സമയമില്ല, ഞങ്ങളെ തൊടാൻ സമയമില്ല, ഞങ്ങളോട് വർത്താനം പറയാൻ സമയമില്ല. ബ്രദർ തൊട്ടായിരുന്നെങ്കിൽ എന്ത് നടന്നേനെ. പക്ഷെ ബ്രദർ ഇപ്പോൾ പ്രസംഗിച്ചിട്ട് ബ്രദർ അങ്ങ് പോകും. എന്ത് ചെയ്യും? പ്രസംഗിച്ചിട്ട് ബ്രദർ പോകും. അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ ഫിസിക്കൽ പ്രസൻസിനെയാണ് ഞാൻ പറയുന്ന വചനത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കാണുന്ന വ്യക്തിപരമായ ഞാൻ വരുന്നതിനെയാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെക്കാളും, ഞാൻ തൊടുന്നതിനെയാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെക്കാളും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാവോ? എന്നാൽ ആരാണോ ഈ ഫിസിക്കൽ പ്രസൻസ്, ഞാൻ വരുന്നതിനേക്കാൾ, ഞാൻ നിങ്ങളെ തൊടുന്നതിനേക്കാളും ആ വചനത്തിനകത്ത് ചിലത് ചെയ്യാൻ കഴിയുന്ന എന്ന് വിശ്വസിക്കുന്നത്, അവരാണ് വലിയ അത്ഭുതങ്ങളിലേക്ക് വരുന്നത്. അവരാണ് വലിയ അത്ഭുതങ്ങളിലേക്ക് വരുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ബ്രദറിന്റെ വ്യക്തിപരമായി കാണുന്നതാണോ പ്രാധാന്യം, അതോ ബ്രദർ പറയുന്ന വാക്കുകളാണോ പ്രാധാന്യം? നിങ്ങൾ എല്ലാ വാക്കുകളും എൻ്റെ എടുക്കാറുണ്ടോ എനിക്കറിയത്തില്ല.
പക്ഷേ ഞാൻ നിങ്ങളെ തൊട്ടാൽ നിങ്ങളത് വിശ്വസിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് നിങ്ങൾ വലുതായി കാണുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് അതേപോലെ ശക്തിയുണ്ടെന്നോ ഞാൻ പറയുന്ന വാക്കുകൾ അതേപോലെ സംഭവിക്കുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ തരാൻ കഴിയും. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. എന്റെ വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? എന്റെ വാക്കുകൾ എന്താണ്? എന്റെ വാക്കുകൾ 1 യോഹന്നാൻ 2:27 വാക്യം പറയുക, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിച്ചു തരാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെയാണ് ഉപദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞാനല്ല നിങ്ങളെ ഉപദേശിക്കുന്നത്, പകരം എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെതാണ്. അഭിഷേകം എന്തിനാണ്? മറ്റൊരാളെ സൗഖ്യമാക്കാൻ, മറ്റൊരാളെ വിടുവിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നില്ല, പകരം എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം സംസാരിക്കുന്നു. അത് ആരെങ്കിലും സ്വീകരിച്ചാൽ ആ നിമിഷം അയാൾ അത്ഭുതങ്ങളിലേക്ക് വരും. എന്റെ ഫിസിക്കൽ പ്രസൻസ് ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ തൊടുന്നതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തൊടാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി കർത്താവ് പറയുന്നത്, അതിനെ വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, വലിയ വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകൾക്കാണ് പ്രാധാന്യം, വചനത്തിനാണ് പ്രാധാന്യം. ആരാണോ വചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് പ്രാധാന്യം. ഈ പകൽ നിങ്ങൾ അങ്ങനെ തന്നെ ആണ് എങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കാനായി തുടങ്ങും. കൈകളെടുച്ചൊരു ഹല്ലേലൂയ പറ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. യേശു പറഞ്ഞു കണ്ടോ, മത്തായി 8:16 വാക്യം അവിടെ എഴുതിയിരിക്കുക, അവൻ വാക്കുകൾ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. എന്നെ ചെയ്തു? വാക്കുകൾ കൊണ്ട്. അനുമോളങ്ങുന്നേ, വാക്കുകൾ കൊണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ അന്നമോളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കേ, അവൾക്കൊരു പ്രശ്നമില്ല കൃപയാൽ. അല്ലെങ്കിൽ അന്നമോളെ ഒരു ഇരുട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഒരു പിശാചിന് ശക്തി അവളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കേ, അവളങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അറ്റാക്ക് ചെയ്തതിൽ ഉദാഹരണം ഒരു നല്ല ആമീൻ പറഞ്ഞേ. യേശു ചെയ്തത് അവളെ തലയിൽ കൈവച്ചിട്ട് ആ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ കാര്യം മാറട്ടെ, രോഗം മാറട്ടെ, അസ്വസ്ഥ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ യേശു ചെയ്തതെന്ന്. പക്ഷെ നമുക്ക് തൃപ്തിയാവണമെങ്കിൽ തലയിലോട്ട് പിടിച്ചാലേ തൃപ്തിയാവത്തുള്ളൂ. അതിന് പകരം യേശു അവളെ നോക്കി ചില വാക്കുകൾ പറഞ്ഞു. യേശു ചില രോഗികളെ നോക്കി വാക്കുകൾ പറഞ്ഞു, ഭൂതഗ്രസ്തരെ നോക്കി വാക്കുകൾ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഇതിൻ്റെ ചെവിയിലൂടെ കയറിയിട്ട് ഉള്ളിൽ വന്ന് പുറത്തുള്ള തൊണ്ടുപോലെ നിൽക്കുന്ന സകലതിനെയും പൊളിച്ചു കളഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞ ഒരു കോഴിക്കുഞ്ഞ് അതിന്റെ തൊണ്ട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെ. എങ്ങനെയാ പുറത്തു വരുന്നത്? അതിനെ ആ കോഴിമുട്ട എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അത് വരത്തില്ല, പകരം അത് ചൂട് കൊടുക്കണം, അടയിരിക്കണം, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കണം. കൃത്രിമമായിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കണം, അല്ലെങ്കിൽ കോഴിയുടെ അടിയിൽ ചൂട് വെക്കാനായിട്ട് വെക്കണം, അടയിരിക്കാൻ വെക്കണം. ആ ചൂട് തട്ടുമ്പോൾ ആ കോഴിക്കുഞ്ഞ് അതിനകത്ത് ഉരുവാകാനായി തുടങ്ങും. എന്നതുപോലെ ദൈവവചനം അകത്തേക്ക് വരുമ്പോൾ നിങ്ങളെ അകത്ത് അടച്ചു കളഞ്ഞ്, നിങ്ങളെ മൂടിക്കളഞ്ഞ്, സകല ശല്യങ്ങളും പൊട്ടിയിട്ട് നിങ്ങൾ പുറത്തു വരാനായി തുടങ്ങും. അതിന് നിങ്ങൾക്ക് വേണ്ടത് ജോൺ ദാരു ബ്രദർ കൈവച്ചും പ്രാർത്ഥിക്കുന്നൊക്കെ നല്ലതാ, പക്ഷെ അതിനേക്കാളുപരി വേർഡകത്ത് വന്നാൽ അത്ഭുതങ്ങൾ തനിയെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വചനം ധ്യാനിക്കുമ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാകാം, നിങ്ങളിരുന്ന് വീട്ടിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാകാം, വീട്ടിൽ ഇരുന്ന് വചനം ഉരുവിടുമ്പോൾ അത്ഭുതം ഉണ്ടാകാം. കാരണം വചനം നിങ്ങളിൽ ക്രിയ ചെയ്താൽ നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിപ്പോകും. അതിന് നമ്മളെങ്ങനെയാണെന്നറിയോ? നമ്മളെങ്ങനെയാന്ന് ഞാൻ പറയാം. 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പലരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നല്ലതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥനയിൽ വളരെ നല്ലതാ. എന്നാൽ ചിലരെങ്ങനെയാണെന്നറിയോ? അവർ എൻ്റെ കർത്താവേ എൻ്റെ അവസ്ഥ അറിയാമല്ലോ എന്ന് വെച്ചുകൊണ്ട് 1 മണിക്കൂർ ഇരിക്കും.
വേണമെങ്കിൽ അത് കരഞ്ഞ് കരഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ പോകും. കർത്താവേ, എന്താ എൻ്റെ അവസ്ഥ മാറുന്നത്, എന്താ എൻ്റെ കൈവിടാതിരിക്കുന്നത്, എത്ര നാളായി കർത്താവേ, ഇത് എത്ര നാളായി അപ്പ ഇത്, ഇങ്ങനെ പറഞ്ഞിരിക്കും ചിലരെ. നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. എന്നാൽ ഞാൻ അവരോട് പറയാം, നിങ്ങൾ കുറച്ചു നേരം ബൈബിള് വായിക്കേ. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തതിന് തുല്യമായിരിക്കും വായിക്കണൊക്കെ. ഉറക്കഗുളിക കൊടുക്കണൊക്കെ നല്ലതാണ്. അവരോട് എന്ത് പറയുന്നത്? ബൈബിള് വായിക്കാൻ പറയുന്നത്. ഉറക്കം വരാത്ത ആളുകള് ഒരിക്കലും ഒരാൾ പറയുമോ എന്നോട്, ഉറക്കം വന്നില്ലെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ ബൈബിള് വായിക്കും, പിന്നെയും ഉറങ്ങിക്കോളും ബ്രദർ. എന്ത് ചെയ്യും? ഉറക്കം വന്നില്ലെങ്കിൽ എന്താ മിണ്ടാത്ത നിങ്ങൾ? കുറച്ചു നേരം ബൈബിള് വായിക്കും, അതോടെ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും ഇന്ന് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർക്ക് ഫോണിലാണ് ബൈബിൾ. രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, എവിടെ ഇരിക്കുന്നതെന്ന്. ഓർമ്മ വരുന്നില്ല. എവിടോ വെച്ചിട്ടുണ്ട് ഞാൻ. ഞായറാഴ്ച ധാരണ എടുക്കുന്നേ, ഇന്ന് ഞായറാഴ്ച എടുത്തുമില്ല. അതിന് അർത്ഥം അത്രേ പ്രയോറിറ്റി വേർഡിനെ ഞാൻ കൊടുക്കുന്നുള്ളൂ. വേർഡ് എൻ്റെ അകത്ത് വന്നാൽ, ദൈവവചനം അകത്ത് വന്നാൽ, വചനം അകത്ത് കയറിയാൽ എൻ്റെ പുറമേയുള്ള തൊണ്ട, ചങ്ങലകൾ, ബന്ധനങ്ങൾ, പ്രശ്നങ്ങൾ അഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയുന്നില്ല. അതിന് വേണ്ടത് ആരെങ്കിലും ഒന്ന് തൊടണം, ആരെങ്കിലും വീട്ടിൽ കയറണം. ബ്രദറെ വീട്ടിലോട്ടൊന്ന് വരണേ, ബ്രദർ വലത്തെ കാലൊന്ന് ചവിട്ടിയ എടവേ നീ ശ്രദ്ധിക്കേ. നീ പ്രശ്നങ്ങൾ വരുമ്പോ ദൈവവചനത്തിനോടൊപ്പം ഇരുന്ന് അതിനെ ധ്യാനിക്കേ, അതിനെ ധ്യാനിക്കേ, അതിനെ ധ്യാനിക്കേ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പ്രശ്നവും നിന്റെ, ഒരു ബാധയും നിന്റെ വീട്ടിനകത്തേക്ക് കയറത്തില്ല, ഒരു ബന്ധനവും നിന്റെ വീടിനെ തൊടത്തില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. യേശു പറഞ്ഞ വലിയ വിശ്വാസം നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാനല്ല. യേശു പറഞ്ഞ വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നവർ ബ്ലെസ്ഡ് ആണെന്നാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നവരുടെ മേലാണെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവർ, എല്ലാവരും പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടുക. കാണാതെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ മേൽ അനുഗ്രഹം വരുമെന്ന്. അത് ഒരു ഡീപ്പായ സ്റ്റേറ്റ്മെന്റ്, ഡീപ്പായ സ്റ്റേറ്റ്മെന്റ് ആണ് അനുഗ്രഹം. എല്ലാവരും പറഞ്ഞ് അനുഗ്രഹം. ശബ്ദയോടെ പറഞ്ഞ് അനുഗ്രഹം. ഈ അനുഗ്രഹം എന്ന വാക്കിനെ പലർക്കും തെറ്റായിട്ടാണ് വിചാരം മനസ്സിലായിട്ടുള്ളത്. അനുഗ്രഹം എന്ന വാക്ക് ഒരു പാക്കേജാണ്. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ അനുഗ്രഹം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ അനുഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് ഒരെണ്ണമാണ് സമ്പത്ത് എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് സമാധാനം എന്ന് പറയുന്നത്, ഒരെണ്ണം എന്നാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് തലമുറകൾ എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് മൃഗസമ്പത്ത് എന്ന് പറയുന്നത്, ഒരെണ്ണമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നിങ്ങളെന്താ ആമയും പറയാത്ത? അനുഗ്രഹം എന്ന് പറയുമ്പോൾ തലയിൽ കൂടെ പോകുന്ന സമ്പത്ത് മാത്രമാണ്. അല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുമെന്നാ. അപ്പൊ ദൈവം അനുഗ്രഹിച്ചൊരാൾക്ക് എന്തുണ്ടായി വരും? ആ അനുഗ്രഹം എന്നൊരു പാക്കേജിനകത്ത് ആരെങ്കിലും കയറിയാൽ അയാളുടെ വീട്ടിനകത്ത് എന്തു വരും? സമ്പത്ത് വരാം. ഇപ്പൊ ഇല്ലെങ്കിലും അനുഗ്രഹത്തിലാണോ ജീവിക്കുന്നത്, സമ്പത്ത് വരും, ആരോഗ്യം വരും, നന്മകൾ വരും, ഉയർച്ചകൾ വരും. എന്താ നിങ്ങൾ കൈയടിക്കാതെ ആമയും പറയാതെ? അനുഗ്രഹം എന്ന് പറയുമ്പോഴേ തല ആളുകളെ തലയിൽ കൂടെ എന്തൊക്കെയാണോ പോകുന്നതെന്ന് ആർക്കറിയാം. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നമുക്ക് ഒറ്റ കാര്യം അറിയാം, പിറ്റേ ദിവസം മുതൽ അബ്രഹാം സമ്പന്നനായി. എടേ, അത് മാത്രമല്ല അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ കാര്യം. അനുഗ്രഹം ഒരു പാക്കേജാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് വേദവചനം പറയുക, ആരെങ്കിലും കാണാതെ, ആരെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ് കാണാതെ, ഒന്നും കണ്ടില്ലാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ അവർക്കത് കാണാൻ കഴിയുമെന്ന്, അനുഭവിക്കാൻ പറ്റുമെന്ന്. കൈകളടിച്ചൊരു നല്ല ആമേൻ പറ. ഞാൻ പ്രസംഗിക്കേണ്ടത് സ്പിരിച്വൽ വേൾഡാണ്, ആത്മലോകമാണ്. അതിലേക്ക് വരുവാ ഞാൻ കേട്ടോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ദിവസങ്ങൾ ചിന്തിക്കുന്നത് എന്തുവാ? ആത്മലോകം. സത്യത്തിൽ ആത്മലോകം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും ഞാനും രക്ഷിക്കപ്പെട്ടപ്പോ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചപ്പോ എനിക്കും നിങ്ങൾക്കും എന്താ വന്നതെന്ന് മനസ്സിലാകണം. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനം 119 അതിന്റെ 130 വാക്യം വായിക്കാം. സങ്കീർത്തനം 119 130 വാക്യം. ആ വാക്യം ഞാൻ വായിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാണ്.
ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ വായിക്കാം. ദ അൺഫോൾഡിങ് ഓഫ് യുവർ വേർഡ്സ് ഗീവ് ലൈറ്റ്സ്. വചനത്തിന്റെ അൺഫോൾഡിങ്, വചനം അഴിയുന്നത്, വചനം ഗ്രഹിക്കുന്നത്, വചനത്തെ തുറക്കുന്നത് വെളിച്ചം കൊണ്ടുവരും. അടുത്തിരിക്കുന്നവരോട് പറ, വചനം തുറന്നാൽ വെളിച്ചം ഉണ്ടാകും. പക്ഷെ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ, കുറച്ചും കൂടെ നല്ല ട്രാൻസ്ലേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് ദ എൻട്രൻസ് ഓഫ് ദൈ വേർഡ് എന്ന് പറഞ്ഞാൽ വചനം ആരുടെ അകത്ത് കയറിയാൽ. എല്ലാവരും പറഞ്ഞേ, വചനം ആരുടെങ്കിലും അകത്ത് കയറിയാൽ. ഉറക്കെ പറ, വചനം ആരുടെങ്കിലും അകത്ത് കയറിയാൽ അവന് എന്തോ ഉണ്ടാകുമെന്ന്? വെളിച്ചം ഉണ്ടാകുമെന്ന്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനം വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ടാകും. എല്ലാവരും പറ, വെളിച്ചം. ശബ്ദകീർത്തി പറ, വെളിച്ചം ഉണ്ടാകും. ശബ്ദകീർത്തി പറ. ഏതെല്ലാം മേഖലയിൽ വെളിച്ചം? നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം ഉണ്ടാകും, നിങ്ങളുടെ ബുദ്ധിയിൽ വെളിച്ചം ഉണ്ടാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നിങ്ങളുടെ സോളിൽ വെളിച്ചം ഉണ്ടാകും, നിങ്ങളുടെ ദേഹത്തിൽ വെളിച്ചമുണ്ടാകും. നിങ്ങളുടെ ഹോൾ ബോഡി ദൈവിക വെളിച്ചത്തിനകത്തേക്ക് പ്രവേശിച്ച ദിവസമാണ് യേശുവിൽ വിശ്വസിച്ച ദിവസം. കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ ഞാൻ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ ശബ്ദകീർത്തി പറയാവോ? അപ്പൊ ദൈവവചനം, ദൈവവചനം ഞാൻ സ്വീകരിച്ചപ്പോ, ദൈവവചനം വന്നപ്പോ എന്നിൽ എന്താ ആദ്യം ഉണ്ടായേ? എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടായി. എല്ലാം മനസ്സിലാകാൻ തുടങ്ങി, ശരിയും തെറ്റും പിടികിട്ടാൻ തുടങ്ങി, കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകാൻ തുടങ്ങി, എൻ്റെ പാതയ്ക്ക് വെളിച്ചമാകാൻ തുടങ്ങി, എൻ്റെ വഴിക്ക് പ്രകാശമാകാൻ തുടങ്ങി, എൻ്റെ ചിന്താഗതി മാറാൻ തുടങ്ങി. എന്ന് പറഞ്ഞ വചനം അകത്ത് കയറുമ്പോ എൻ്റെ ആകം വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ടാ ബൈബിളിൽ പറഞ്ഞ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്രിസ്തുവിന്റെ വചനം എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ച് കേൾക്കുക, അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, അതാണ് വചനം എന്ന് പറയുന്നത്. അത് എൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്തോ ഉണ്ടാകുന്നു? എനിക്ക് വിശ്വാസം ഉണ്ടാകുമെന്ന്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, വചനം അകത്ത് വരുമ്പോൾ വെളിച്ചം ഉണ്ടാകും. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് വചനം വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. ഇതൊരു മിസ്റ്ററിയായി പൗലോസ് പറയുന്ന കേട്ടോ, ഒരു രഹസ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇതേ സ്ഥലം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ട് മൂടിക്കിടക്കും. ഈ ഇരുട്ടില് എന്തെങ്കിലും കാണാൻ കഴിയണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടാൽ മാത്രമേ എൻ്റെ ഫിസിക്കലായ കണ്ണുകൾക്ക് ഇവിടെ നടക്കുന്നത് കാണാൻ കഴിയത്തുള്ളൂ. എത്രത്തോളം വെളിച്ചമുണ്ട് ഇന്ന് ഉദാഹരണം പറഞ്ഞ, ഈ ഹോളില് രാത്രി ആയാൽ ഇവിടെയാണ് ലൈറ്റ് ഇട്ടുള്ളതെങ്കിൽ ആ പുറകിലെ ഹോളിനകത്ത് എന്ത് നടന്നാലും നമുക്ക് കാണത്തില്ല, ഇരുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ കുളിമുറിക്കകത്ത്, ബാത്റൂമിനകത്ത് വെളിച്ചം ഉണ്ടില്ലെങ്കിൽ അവിടെ ഇരുട്ടായിരിക്കും, എന്താ നടക്കുന്നത് കാണത്തില്ല. ഈ വെളിച്ചം ഈ കണ്ണിന് കാണാൻ കഴിയും. ഈ കണ്ണിന് കാണാൻ കഴിയണമെങ്കിൽ ഇവിടെ ലോകത്തിലെ വെളിച്ചം വേണം. ഒന്നുകിൽ ലൈറ്റ് വേണം, അല്ലെങ്കിൽ സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. എന്നാൽ ദൈവത്തിന്റെ വചനം എൻ്റെ അകത്തേക്ക് വരുമ്പോ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാകും. ഈ അകത്തെ വെളിച്ചത്തിന്റെ പ്രത്യേകത, അത് ഇന്നലകളെ കാണാൻ കഴിയും, നാളെ കാണാൻ കഴിയും. ആമേൻ. അതിനെ ആ വേദപുസ്തകം വിളിച്ച വിശ്വാസം. 2025 എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തകം വേർഡ് അകത്ത് കയറുമ്പോ എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാകും, എനിക്ക് ദൂരെയുള്ളത് കാണാൻ കഴിയും. വിശ്വാസം എന്ന് പറയുന്നതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:7 പറഞ്ഞത്, വിശ്വാസത്താലാണ് നിങ്ങൾ നടക്കുന്നത്, കാഴ്ചയാലല്ല. പുറത്തെ കണ്ണിലെ കൊണ്ടല്ല നടക്കുന്നത്. അകത്ത് നിങ്ങൾക്ക് വിശ്വാസം തന്നൊരു കാഴ്ചയുണ്ട്, അത് ദൂരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ എൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം ഉണ്ടായാൽ എൻ്റെ ദൂരെയുള്ള കാര്യം, എൻ്റെ വഴി എനിക്ക് എന്ത് മനസ്സിലാകും. മാത്രമല്ല, എനിക്ക് ദൂരെയുള്ളത് മനസ്സിലാകും. എൻ്റെ 2040 എന്ത് സംഭവിക്കും എനിക്ക് പിടികിട്ടും. 2004 ഞാൻ ഈ ഹോളിന്റെ പുറകിലെ ഹോളിൽ ഇരുന്ന് ഒരു പ്രവചനം പറഞ്ഞു, നമ്മുടെ ഹോളിന്റെ ഇപ്പുറത്ത് കൂടെ വഴി വരുമെന്ന്. അന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലരും ചിരിച്ചു. അത് ഈ കുരിശുമൂട്ടിന് മുമ്പിൽ ഒന്ന് കയറുമെന്ന്.
എൻ്റെ കൂടെ ഉള്ള ആളുകൾ വരെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു അഞ്ചലിലെ ടൗണ് ഇങ്ങോട്ട് മാറുമെന്ന്. മോനിമാമ ശരിയാണോ? 2004 പറഞ്ഞത്. 2010 15 ഗവൺമെന്റിന് പഞ്ചായത്തിന് അങ്ങനെ തോന്നൽ വന്നത്. പക്ഷെ പഞ്ചായത്തിന് തോന്നൽ വരുന്നേക്കാൾ മുമ്പ് സ്വർഗത്തിന് അങ്ങനെ തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചലിലെ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത് മുഴുവൻ ആളുകൾ കൂടുന്നതും ഈ ഹോളും ഇതിന്റെ പരിസരവും മതിയാകാത്തതുമായ ഒരു സീസൺ വരുന്നു. ഒരു സീസൺ വരുന്നു. അത് ആരടച്ചാലും അടയത്തില്ല, ഒരു ശത്രു അടച്ചാലും വരയത്തില്ല. പകരം ഇതിനകത്ത് കൊള്ളാനും പുറത്തു കൊള്ളാനും അകത്തു നിൽക്കാനും പുറത്തു നിൽക്കാനും കഴിയാത്ത വിധത്തിൽ ഒരു സീസൺ എഴുന്നേൽക്കുന്നു. സീസൺ ഈസ് കമ്മിങ്. അത് ബ്രദർ എങ്ങനെയാ കണ്ടേ? അതെങ്ങനെയാ കണ്ടേ? അത് ഈ കണ്ണുകൊണ്ടല്ല, പകരം എൻ്റെ അകത്തെ കണ്ണുകൊണ്ട്. ആ അകത്തെ കണ്ണിന്റെ പ്രകാശം എങ്ങനെയാ? അത് ദൈവത്തിന്റെ വചനമോ എന്ന് പറഞ്ഞാൽ, ആരുടെയെങ്കിലും അകത്ത് ദൈവവചനം കയറിയാൽ അയാൾക്ക് ദൂരെയുള്ള കാണാൻ കഴിയും. ബ്രദറിന്റെ അടുക്ക് വരണ്ട, ഒരു പ്രവാചകന്റെ അടുക്ക് പോണ്ട. പകരം നിന്റെ അകത്ത് വേർഡ് കയറിയാൽ ദൂരെ കാഴ്ചയുണ്ടാകും. ദൂരെ കാഴ്ചയുണ്ടാകും. കുഞ്ഞുങ്ങൾ കേൾക്കുന്നോ? ബൈബിളിനോടൊപ്പം ഇരിക്കണം. ചുമ്മാ വായിക്കണം. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും വായിക്കണം. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ വായിച്ചപ്പോഴൊന്നും പിടികിട്ടിയില്ല, എന്തൊക്കെയോ തോന്നി. പക്ഷെ വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു. ഒന്നും മനസ്സിലായില്ല, ബോറടിക്കുന്ന പോലെ തോന്നി. പക്ഷേ എപ്പോഴും ഒരു ദിവസം ഒരു വാക്യം ഓർമ്മ വന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യത്തിന്റെ ചിന്ത തോന്നി. ആ സമയം മുതൽ ആകത്താരോ പ്രവർത്തിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി. ദാഹിക്കുന്നവരാ എൻ്റെ അടുക്കൽ വരേണ്ടത്. നീർത്തോടിന്റെ അടുക്കിലേക്ക് മാൻപേട പോകുന്നത് പോലെയാ പോകേണ്ടത്. അവിടെയാ സക്സസ് ഇരിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ഒരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എത്ര ദൈവിക വേദപുസ്തകത്തിന്റെ ബോധ്യങ്ങളുണ്ടോ, എത്ര അറിവ് ദൈവവചനത്തിന്റെ സത്യങ്ങൾ നിങ്ങളുടെ അകത്ത് മനസ്സിലായോ, ആ മനസ്സിലാകുന്ന അനുസരിച്ച് നിങ്ങളുടെ അകത്തെ വെളിച്ചവും വർദ്ധിക്കും. കൈയടിച്ചില്ലല്ലോ, നിങ്ങൾ രാമീൻ പറഞ്ഞില്ലല്ലോ, ശബ്ദോയർദ്രി ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഓ, ഇതിന് വലിയ കാര്യം പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്ത് നിങ്ങൾ വചനം എത്ര സ്വീകരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമുക്ക് വേദപുസ്തകം പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ വചനമായിരുന്നു. ദൈവം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ വചനം ജഡം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്തതായിരുന്നു യേശു ക്രിസ്തു. നിങ്ങളത് ആമീൻ പറയാത്തെ എന്ന് പറഞ്ഞ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. എല്ലാവരും പറഞ്ഞ് വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. യേശു എന്ന് പറയുന്നത് വചനമായിരുന്നു. വചനം ജഡമായതാണ് ഈ ഭൂമിയിൽ യേശുവായിട്ട് അവതരിപ്പിച്ചത്. അതേ വചനമാണ് എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചത്. യേശു കർത്താവ് മുഴുവൻ വചനമായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ജനിച്ചത് അതേ വചനത്താലാണ്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? തെസ്സലോനി ലേഖനം പറയുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചമാണ് എങ്കിൽ ഞാൻ ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ ചെറിയ വെളിച്ചമാണ് ഞാനും നിങ്ങളെന്ന് പറയുന്നത്. ദൈവം ആരാണ്? അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചമോ. അതിനുവേണ്ടിയാ ദൈവം എന്ത് ചെയ്ത് എന്നെ വചനത്താൽ ജനിപ്പിച്ചതാ. വചനം എന്താണ്? വെളിച്ചമോ. യേശു എന്താണ്? വചനമോ. അടുത്തുകൂടാത്ത വെളിച്ചം ആരാ? യേശുവോ. അത് എൻ്റെ അകത്തേക്ക് വന്നപ്പോ ഞാൻ അകം വിളിച്ചുപോയി. എൻ്റെ കൂടെ എത്തിയൊരു നല്ല ആമയും പറഞ്ഞേ. ആരേ ഒരാളോട് ചോദിച്ചു, ബ്രദറെ എനിക്ക് ആത്മഗോളത്തെയും ആത്മലോകത്തെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കണമെന്നും അതിൽ വളരണമെന്നും ആഗ്രഹമുണ്ട്. ശ്രദ്ധിക്കേ, ദൈവം വെളിച്ചമായിരിക്കുന്ന പോലെ ആത്മലോകവും വെളിച്ചമാണ്. വെളിച്ചത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് സകല ദൂതന്മാരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്താൽ ഞാൻ ജനിക്കപ്പെടുമ്പോൾ ഞാൻ വെളിച്ചമായെങ്കിൽ മാത്രമേ ആ വെളിച്ചമാകുന്ന ആത്മലോകത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ എന്തായി?
വെളിച്ചമായി. എഫേസ്യ ലേഖനം പറയും നാം വെളിച്ചത്തിന്റെ മക്കളാണ്. Amen. ആരാ? വെളിച്ചത്തിന്റെ മക്കൾ. നമ്മൾ ആരാ? വെളിച്ചത്തിന്റെ മക്കളാന്നാ പറയുന്നേ. നമ്മൾ ആരാണ്? വെളിച്ചമായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനു ദൈവം നമ്മളെ വെളിച്ചമാക്കി? എന്തിനു നമ്മളെ വെളിച്ചമാക്കി? യോഹന്നാൻ 8 അതിന്റെ 12ാമത്തെ വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ അവർ ജീവനുള്ള വെളിച്ചമാകും. യോഹന്നാന്റെ സുവിശേഷം 1-ാം 7ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ഏത് വെളിച്ചമാ? അത് യേശു എന്ന വെളിച്ചമാ. അത് എവിടേക്ക് വന്നുകൊണ്ടിരുന്നു? ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ എന്റെ അകത്ത് വെളിച്ചം വസിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ഞാനൊരു കുഞ്ഞു വെളിച്ചമാകാനായി തുടങ്ങി. മത്തായി 5:14 വാക്യം പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു അല്ല, ഞാനും നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാണ്. എന്തുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചമായി? ദൈവത്തിന്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയ, ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകാൻ തുടങ്ങി. ഇനി ഞാൻ പറയുന്ന പ്രധാന ചിന്തയിലേക്ക് വരാം. എന്തിനാ ദൈവം എന്നെ വെളിച്ചമാക്കിയേ? വെളിച്ചമാകുന്ന ദൈവത്തെ മനസ്സിലാക്കണമെങ്കിലും അവനെ കാണണമെങ്കിലും അവൻ വസിക്കുന്ന ഇടമാകുന്ന ആത്മലോകത്തിലേക്ക് കയറണമെങ്കിലും ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലായിരുന്ന കരമേർത്തേക്ക്, ആത്മലോകത്തിനകത്തേക്ക് എനിക്ക് കയറണമെങ്കിൽ, ആത്മലോകം എനിക്ക് കാണണമെങ്കിൽ ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. അതിനാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ അകം വെളിച്ചമായി. എൻ്റെ അകം വെളിച്ചമായതുകൊണ്ട് എനിക്ക് ആത്മലോകം കാണാം എന്ന് പറഞ്ഞ ആത്മലോകത്തിലുള്ള സകലതും കാണാം. ദൂതന്മാരെ കാണാം, സ്വർഗത്തെ കാണാം, സ്വർഗത്തിലുള്ള സകലതും കാണാം. കാരണം ഞാൻ വെളിച്ചമായാലും എന്നിലെ വെളിച്ചമാണ് സകലത്തെയും കാണാനിടയാക്കുന്നത്. ഇനി കുറച്ചും കൂടെ കയറി പറയട്ടെ. അപ്പൊ നമ്മൾ ആരാന്നാ പറഞ്ഞ്? വെളിച്ചമാണ്. നമ്മളിൽ എന്താ വസിക്കുന്നത്? വെളിച്ചമാണ്. എല്ലാവരും പറഞ്ഞ്, നമ്മൾ ആരാണ്? വെളിച്ചമാണ്. നമ്മളിൽ എന്താ വസിക്കുന്നത്? വെളിച്ചം. ശരിക്കും അങ്ങനെയാണോ? നമ്മൾ വെളിച്ചമാണ് എങ്കിൽ എങ്ങനെയാ ഇരുട്ട് എൻ്റെ അകത്തേക്ക് കയറുന്നേ? ഞാൻ ചോദിച്ചൊരു മറുപടി പറ. നമ്മൾ വെളിച്ചമാണെങ്കിൽ എങ്ങനെയാ ഇരുട്ട് എൻ്റെ അകത്തേക്ക് കയറുന്നേ? ഇരുട്ടുള്ള എവിടേക്കെങ്കിലും ഞാൻ പോയാ അവിടുത്തെ ഇരുട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ ആരാന്ന് മനസ്സിലാക്കാത്ത വിശ്വാസി എന്നെ പോലെ പാസ്റ്റർമാരുടെ പുറകെ ഓടാൻ തുടങ്ങും. എന്നാൽ ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി പറയും, എന്റെ അകത്ത് വെളിച്ചമുണ്ട്, ഞാൻ എവിടെങ്കിലും ചെന്നാ ഇരുട്ട് നീങ്ങിപ്പോകും, അവിടെ വെളിച്ചം ഉണ്ടാകാനായി തുടങ്ങും. അതിനിടയ്ക്ക് ഒരാൾ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടാ, ഞാൻ വന്നൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം, വീട്ടിലെ ഇരുട്ടിനെ പിടിച്ച് പുറത്താക്കാന്ന്. ബ്രദറെ, വീട്ടിലൊരു പ്രാർത്ഥന വെച്ചായിരുന്നെങ്കിൽ തീരുമായിരുന്നു. പ്രാർത്ഥന വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തോ നിങ്ങളെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾ ആരാന്ന് ഞാൻ പഠിപ്പിക്കാം? വീട്ടിലൊരു 3 ദിവസം പ്രാർത്ഥന വെക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റെന്താ? ആ വീട്ടിൽ 3 ദിവസം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകും. അത് ആ വീടിന് അനുഗ്രഹമോ? തെറ്റെന്താ? പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രാധാന്യം. നിങ്ങൾ വെളിച്ചമാണെങ്കിൽ നിങ്ങളുടെ വീടും വെളിച്ചമായേ ഒക്കത്തുള്ളൂ. നിങ്ങൾ വെളിച്ചമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുട്ട് കയറാൻ കഴിയത്തില്ല. പക്ഷേ വിശ്വാസിയുടെ അകത്ത് എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റുമെന്ന ഒരു അറിവുണ്ട്. എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റും എന്നൊരു അറിവുണ്ട്. ഞാൻ പറയുന്നത് ശരിയാന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ ഇരുട്ട് കയറാൻ പറ്റും എന്നൊരു അറിവുണ്ട്, തോന്നലുണ്ട്. സത്യസന്ധമായിട്ട് പറയുന്നവർ കൈവയ്ക്കുക. നമ്മുടെ അകത്ത് വെളിച്ചമാണെന്നും എൻ്റെ അകത്തേക്ക് ഇരുട്ടിന് കയറാൻ പറ്റില്ല എന്ന് നമുക്കങ്ങോട്ട് ചിന്തിക്കാൻ, ഉറപ്പിക്കാൻ പറ്റണില്ല. എൻ്റെ കാരണം പറയാം. നമ്മുടെ ചിന്ത പലപ്പോഴും ഈവിളാണ്. നമ്മുടെ ചിന്തയിൽ, വികാരങ്ങളിൽ തെറ്റുണ്ട്. അപ്പൊ നമ്മൾ പറയും, എനിക്ക് തെറ്റുള്ളപ്പോ ഞാൻ എങ്ങനെയാ വെളിച്ചമെന്ന് പറയുന്നേ? ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ ആത്മാവ്
ദേഹം എന്ന് പറയുന്ന 3 ഘടനയുണ്ട് മനുഷ്യനെ. നമ്മുടെ സോൾ വിടിവിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ സ്പിരിറ്റ് വീണ്ടും ജനിക്കപ്പെട്ടു. എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എൻ്റെ സോളിൽ പഴയതും പുതിയതുമായ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അവിടെ മനസ്സുള്ളത് എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങളുടെ മനസ്സിനറിയാം. നിങ്ങൾ അറിയേണ്ടത്, ആ മനസ്സിനകത്ത് ദൈവവചനം കയറി അതിനെ പണിയുന്നില്ല എങ്കിൽ, ആ മനസ്സ് പുതുതാക്കപ്പെടുന്നില്ല എങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ മനസ്സിൽ പഴയ ചിന്തകൾ വരാം. ഞാൻ അഞ്ചലിൽ നിന്ന് താമസം മാറിയിട്ട് ഏകദേശം 8 വർഷമായി. 7 വർഷത്തേക്ക് കൂടുതലായി. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുമോ? പക്ഷെ ഇപ്പോഴും ഞാൻ ഇവിടെ ആരെങ്കിലും ചോദിക്കുക, ബ്രദർ എവിടെയാ താമസിക്കും? അഞ്ചലിനാന്നേ വരത്തുള്ളൂ വയലാദ്യം. തിരുവനന്തപുരത്താ താമസിക്കണമെന്ന് ഇപ്പോഴും എനിക്ക് അറിയാത്ത പോലെ. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഞാനൊരു 2-3 വർഷം മുമ്പ് വരെ ആയൂരം എത്തിയ ഇടത്തോട്ട് വണ്ടി തിരിക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്നൊക്കെ അറിയാം. ആയൂരം എത്തുമ്പോൾ അറിയാൻ ചെയ്യും, വണ്ടി അറിയാതെ ഇടത്തോട്ട് തിരിയും. അതെന്താ കാരണം? അത്ര ബോധമില്ലേ? ബോധമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മനസ്സിനകത്ത് ആഴത്തിൽ അത് പതിഞ്ഞു പോയതാ. ആ പഴിഞ്ഞതിന് പകരം ഞാൻ തിരുവനന്തപുരത്താണ്, ഇവിടേക്കല്ല തിരിയണ്ടേ എന്ന് റെഗുലറായി കേൾക്കാൻ തുടങ്ങിയാൽ മെല്ലെ ആ മനസ്സിന്ന് അത് മാഞ്ഞു പോകും. നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് പോയി താമസിക്കുന്ന ആളുകളെ വന്നിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുവരെ നല്ല വൃത്തിയായിട്ട് മലയാളം പറഞ്ഞുകൊണ്ടിരുന്നതാ. അവരിപ്പോ എന്താ പറയുന്നേ, എവിടാ പോകുന്നേ, കേട്ടിട്ടില്ലേ നിങ്ങളാരും? ഇവരുടെ നാവിന് എന്നാ പറ്റി? മര്യാദക്ക്. അപ്പൊ നമ്മൾ പറയുന്നത് എന്നാന്നറിയോ? അവള് കുറച്ച് നാൾ അമേരിക്ക പോയതിന്റെ ജാടയാന്ന്. നമുക്ക് മലയാളിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്നേ. എന്തെങ്കിലും കയറി അവനെ കുറ്റം പറഞ്ഞാലേ സമാധാനം വരത്തുള്ളൂ, നല്ലൊരു സുഖമുള്ളൂ. എൻ്റെ ജാട കണ്ടോ? എടേ നീ ഇന്ന് മലയാളം വേണ്ട, മലയാളി അമേരിക്ക പോയാലാണ് അങ്ങനെ വരുന്നതെങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോട്ടെ. 5-6 കൊല്ലം അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട്. അവൻ വന്ന ജോണേ എന്തരടെ എന്തോ വയൽ വരുന്നില്ല, തമിഴിൻ്റെ ചൊവ്വയിൽ എന്തെങ്കിലും അവന് സംസാരിക്കാൻ അറിയാവോ? ഞാനൊരു ഇടാ, നിനക്ക് എന്നാ പറ്റിയടാ? അവൻ പറയുന്ന മറുപടി, കുറെ കൊല്ലമായില്ലടാ അവിടെ, മലയാളം ആരോടാ സംസാരിക്കുന്നത്? തമിഴിനോടേ സംസാരിക്കുന്നുള്ളൂ. ആ മണം അടിച്ചെന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിത്രങ്ങളാണ്, സ്വാധീനിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ നിരന്തരം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? യേശുവിനെ അറിഞ്ഞിട്ടും അറിഞ്ഞ ആളുകളിൽ മാറ്റമില്ല എന്ന് അവർക്ക് തോന്നുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിനെ അവർ ദൈവവചനം കൊണ്ട് നിറയ്ക്കുന്നില്ല. അവരുടെ മനസ്സിനെ വചനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പറയും, ഞാൻ വെളിച്ചമാണ്, ഇരുള് എന്നിൽ അല്പം പോലും ഇല്ല, ഇരുളിനെ എന്നെ സ്വാധീനിക്കാൻ കഴിയുകയില്ല, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, എന്നിൽ ദൈവം വസിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിന്റെ വലിപ്പം ഞാൻ പറയാം. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞു. ഇനി അന്നമോള് പറയുവോ ഇതല്ല എൻ്റെ അപ്പ എന്ന് പറഞ്ഞാലോ, ഞാൻ ഇവളെ ഇതെൻ്റെ മോളല്ല എന്ന് പറഞ്ഞാലോ, ആർക്കും ഇനി ആ ബന്ധത്തെ മുറിച്ച് കളയാക്കത്തില്ല. അവൾക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. കാരണം അവള് എന്നിൽ നിന്ന് ഉണ്ടായിപ്പോയി. ഞാനാണ് അവൾ. അപ്പൊ അവള് വിചാരിച്ച മാറ്റാൻ ഒക്കത്തില്ല. അതേപോലെ യേശുവിൽ ജനിച്ചപ്പോ നിങ്ങളുടെ അപ്പയും സ്വർഗത്തിലെ പിതാവായി. ഇനി ആരാലും അത് മാറ്റാൻ പറ്റത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് ഞാൻ ഇവളുടെ അപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ മനസ്സിലെ ചിന്തയും വിചാരങ്ങളും എല്ലാം ഇവളെ എന്നിൽ നിന്ന് കേട്ടാലേ അവൾ ആ വിധത്തിൽ വരത്തുള്ളൂ. അല്ല എങ്കിൽ അവൾ ഞാൻ അവളുടെ മോളാണെന്ന് എൻ്റെ മോളാണ് അവളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കേട്ടോണ്ടിരുന്നാലേ അവളുടെ ചിന്താഗതി എന്നോടൊപ്പം വളരത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സംശയമൊന്നുമില്ല.
പക്ഷെ നിങ്ങളുടെ ചിന്തകൾ പണിയപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ചിന്താഗതികളും സംസാരവും മാറത്തുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുക. എല്ലാവരും പറഞ്ഞേ, ആത്മലോകം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം വസിക്കുന്ന ഇടമാണ്. അവിടെ എങ്ങനെയായിരിക്കുന്നേ? കുറച്ച് ഇരുട്ടും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ലൈറ്റ് ഇടും. LED അവിടെ. No, no. ചിലതെല്ലാം വോൾട്ടേജ് കുറഞ്ഞ ബൾബാ. അങ്ങനെയാണോ? No. 10,000 സൂര്യനേക്കാൾ വെളിച്ചമാണ് സ്വർഗം Yes. എന്ന് പറഞ്ഞ ആ വെളിച്ചത്തിന്റെ നടുവിൽ എനിക്ക് എന്തെങ്കിലും കാണാൻ കഴിയണമെങ്കിൽ ഞാൻ വെളിച്ചമായേ ഒക്കത്തുള്ളൂ. Hallelujah. എത്രയധികം ഞാൻ വെളിച്ചത്തെ സ്വീകരിക്കുന്നു അത്രയധികം സ്വർഗത്തെ എനിക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. Amen. Hallelujah. ഒന്ന് കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. സ്വർഗം എനിക്ക് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നത് വചനം എന്നിൽ കൂടുതൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ്. വചനം എന്നിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു, സ്വർഗം എനിക്ക് കൂടുതൽ കാഴ്ചയാകാൻ തുടങ്ങും. സ്വർഗം എനിക്ക് കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങും. Love you, Jesus. സ്വർഗത്തിന്റെ വ്യക്തത, അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിന്റെ വ്യക്തത വചനത്തിൽ നിനക്കുണ്ടാകുന്ന വ്യക്തതയാണ്. ഉണ്ടാകുന്ന വ്യക്തതയാണ്. Hallelujah. കുറച്ച് കട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വർഗത്തിന്റെ വ്യക്തത, സ്വർഗത്തിന്റെ വ്യക്തത. എനിക്ക് എന്തിന്റെ വ്യക്തതയാ? എനിക്ക് ലഭിക്കുന്ന ദൈവവചനത്തിന്റെ വ്യക്തതയാണ്. വ്യക്തതയാണ്.